കോളേജ് ഫെയർവെല്ലിന് വേണ്ടി ഒരു 30 ഫോട്ടോ ഫ്രെയിം നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ അത്രയും സ്റ്റോക്ക് ഇല്ലാതിരുന്നുകൊണ്ട് ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രെയിം ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്ന് അവസാനം ഫ്രെയിം എത്തിയത് നമുക്കിതൊക്കെ അയക്കേണ്ട അന്ന് തന്നെയാണ്. പ്രിന്റ് ഔട്ട് ഒക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രെയിം എത്തിപ്പെടാൻ മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഫ്രെയിം കിട്ടി. അവിടെയും എനിക്ക് ടാസ്ക് ഉണ്ടായിരുന്നു. ഫ്രെയിം അടുത്തുള്ള കൊറിയർ സർവീസിലേക്കൊന്നല്ല വന്നിട്ടുണ്ടായിരുന്നത്, അങ്ങ് ടൗണിലുള്ള ഒരു കൊറിയർ സർവീസിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛനെ വിട്ടിട്ട് അത് മേടിച്ചിട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഓരോരോ പണികളായിട്ട് കൊടുത്തു. അമ്മയുടെ കയ്യിൽ മോനെയും നോക്കാൻ കൊടുത്തു. നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് തന്നെ അയക്കില്ലേന്ന്. കാരണം അവരുടെ ഫംഗ്ഷന് ഒരു ദിവസം മുമ്പെങ്കിലും അവർക്ക് ഇത് എത്തണമായിരുന്നു. അപ്പൊ ഞാനത് ഇന്ന് അയച്ചാലേ കറക്റ്റ് ടൈമിന് അവർക്ക് അവിടെ എത്തുള്ളൂ. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവസാനം ഒറ്റ ഇരിപ്പില് 30 ഫ്രെയിംസും ഞാൻ റെഡിയാക്കി. അതുകൊണ്ട് മാത്രം തീർന്നില്ല. അവസാനമായിട്ട് എല്ലാ ഫ്രെയിംസും ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തിട്ട് പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യുന്നതാണ് അടുത്ത ടാസ്ക്. 30 എണ്ണവും ഗ്ലാസ് ഫ്രെയിംസ് ആണ്. അത് നന്നായിട്ട് സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ കൊറിയർ അയച്ചു. പിറ്റേ ദിവസം തന്നെ ഫ്രെയിംസ് എല്ലാം കിട്ടിയെന്നും വർക്ക് സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അവര് മെസ്സേജ് അയച്ചപ്പോഴാണ് സത്യം പറഞ്ഞ എന്റെ ശ്വാസം നേരെ വീണത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.